മഴയാണ് ഉറിയൽ സുജയ. നമ്മളിവിടെ കാണാം ദൃശ്യങ്ങൾ. ആകെ ആളുകൾ ഇല്ലാത്തൊരു സ്ഥിതിയാണ് ഇവിടെ പലയിടത്തും ഷെല്ലാക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യ കനത്ത തിരിച്ചടി പാകിസ്ഥാന് നൽകുന്നുമുണ്ട് എന്നാണ് അറിയുന്നത്. ഓരോ മേഖലയിലും പ്രത്യേകിച്ച് ഉറിയിൽ കനത്ത ആക്രമണം ഉണ്ടായിരുന്നു. ആ ആക്രമണത്തിന് മറുപടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നൽകുന്നുമുണ്ട്. കൃത്യമായി ഇവിടെ നിന്ന് സലാമാബാദിലേക്ക് 3 കിലോമീറ്റർ മാത്രമാണുള്ളത്. കഴിഞ്ഞ ദിവസം അവിടുത്തെ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിൽ സമാനമായ സ്ഥിതിയാണ് ഇപ്പോൾ പല മേഖലകളിലുമുള്ളത്. വീടുകൾ തകർന്ന സാഹചര്യമുണ്ട്. പലയിടത്തും വീടുകൾ തകരുന്നു, പലയിടത്തും വീടുകൾ കത്തിപ്പോകുന്നു. അങ്ങനെ പലതരം സാഹചര്യങ്ങളാണ് ഈ മേഖലയിലുള്ളത്. ഇതിനൊക്കെ കൃത്യമായ മറുപടി ഇന്ത്യൻ പോസ്റ്റുകളിൽ നിന്ന് പാക് അധിനിവേശ കശ്മീരിലേക്കും പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ചൗക്കിബാലിലെ കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. കൃത്യമായ മറുപടി ഇതിന് പാകിസ്ഥാന് ഇന്ത്യ നൽകുന്നു, മറുപടി നൽകുന്നു, തിരിച്ചടി നൽകുന്നു എന്നുള്ളതാണ് ഉറിയിലെ നമ്മൾ കാണുന്ന കാഴ്ച. നേരത്തെ നമ്മൾ കണ്ടത് ഇതിന് തൊട്ട് മുൻപുള്ള ഒരു ഭാഗമാണ്. അവിടുത്തെ 3 കടകൾ, ആകെ 5 കടകൾ ആകെ തകരുന്നതാണ് കാഴ്ച. ഷെല്ലാക്രമണത്തിൻ്റെ ആഘാതത്തിൽ അടുത്ത് കിടന്ന മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ, അതിൻ്റെ ജനൽ ചില്ലകളൊക്കെ തകർന്നതായിരുന്നു നമ്മൾ കണ്ട കാഴ്ച. ഏതായാലും ഉറിയിൽ ഇപ്പോൾ കനത്ത മഴയാണ്. ആളുകൾ പുറത്തിറങ്ങുന്നില്ല. ഒരു അശാന്തിയാണ് ഇവിടെ ഉള്ളത്. അതിർത്തി മേഖലയാണ്. കടകളൊക്കെ അടച്ച് ആളുകളൊക്കെ പോകുന്ന ഘട്ടമാണ്. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 45 മിനിറ്റായി. നിങ്ങൾ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് സുജി. അത് ചോദിച്ചത് ഒരു മാനുഷിക ചോദ്യം എന്ന നിലയ്ക്ക് അംഗീകരിക്കുന്നു. പക്ഷേ അതിനെക്കുറിച്ച് തൽക്കാലം നമ്മൾ ആലോചിക്കുന്നില്ല. ആലോചിച്ചാൽ പിന്നെ അതൊരു വിഷമാവും. പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്ന് കരുതി തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ കടകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും മനു ബാലകൃഷ്ണൻ. ഇവിടെ ശരിക്ക് കടകൾ അടഞ്ഞു കിടക്കുകയാണ്. 2-3 ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ഇവിടേക്ക് വന്നിരുന്നു. അവിടെ വന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ച വളരെ സജീവമായിരുന്ന ഒരു പട്ടണം. ഇവിടുത്തെ ഒരു അതിർത്തി മേഖലയിൽ നമ്മൾ പോവുകയും ചെയ്തു. തില്ലേവാടി എന്ന ഗ്രാമത്തിൽ നമ്മൾ പോയി അവിടുത്തെ ബങ്കറുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അങ്ങനെയൊക്കെ ചെയ്തൊരു പട്ടണമാണിത്. വളരെ സജീവമായൊരു പട്ടണം. ഇപ്പോൾ ആ പട്ടണത്തിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. ഈ കടകളൊക്കെ ലോക്കിട്ട് താഴിട്ട് കിടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഇരുപത്തിൽ വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടെയുള്ള ജനങ്ങൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ലഫ്റ്റനന്റ് ഗവർണറും ഒക്കെ അവിടെ എത്തുകയും അവിടുത്തെ ഷെല്ലിംഗ് ഡാമേജ് ഒക്കെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റിടങ്ങളിൽ ഉറിയടക്കമുള്ള മേഖലകളിലേക്കും അവർ എത്തുന്നുണ്ടാവുമല്ലേ? ഉറപ്പായും LG എത്തുന്നുണ്ട്, ലഫ്റ്റനന്റ് ഗവർണർ എത്തുന്നുണ്ട്. ഇപ്പോൾ ഒമർ അബ്ദുള്ള ജമ്മുവിലേക്ക് പോയി എന്ന വിവരം നേരത്തെ വന്നിരുന്നു. ലഫ്റ്റനന്റ് ഗവർണർ എത്തി. നേരത്തെ നമ്മൾ ആരോഗ്യമന്ത്രി സക്കീന ഇറ്റുവിൻ്റെ പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അരുവത്തിൽ ഇവിടെ ഉറി സ്വദേശിയായ ഒരു മധ്യവയസ്കയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. 45 വയസ്സുകാരി നർഗീസ് എന്ന ആളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അവർ ഉറിയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. രക്ഷപ്പെടുന്നതിൻ്റെ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഷെല്ലിൻ്റെ ഒരു പീസ് സഞ്ചരിച്ചു കൊണ്ടിരുന്ന വാഹനത്തിൽ തട്ടുകയും വാഹനത്തിനുള്ളിലൂടെ അത് തുരന്നിറങ്ങി പിൻഭാഗത്തിരിക്കുകയായിരുന്ന അവരുടെ കഴുത്തിൽ പതിക്കുകയുമായിരുന്നു. അപ്പോൾ തന്നെ ജീവൻ നഷ്ടമായി എന്നാണ് കൂടെയുള്ളവർ. ആ വാഹനമടക്കം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അവരും ആ വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരും പരിക്കേറ്റവരുമെല്ലാം ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ്. കശ്മീരിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് ബാരാമുള്ള മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. ആശുപത്രിയിൽ ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് വിവരം. മാത്രമല്ല, നമ്മൾ ഈ ഉറിയിൽ നിൽക്കുമ്പോൾ അതിർത്തി മേഖലയിൽ നിന്ന് ആളുകൾ പലായനം ചെയ്തു പോവുകയാണ്. കിട്ടുന്ന വാഹനങ്ങളെ കയറി ശ്രീനഗരോ ബാരാമുള്ളയോ എത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് പോകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. ഈ ഉറി മേഖലയിലാണ്. കനത്ത മഴ പെയ്യുന്നു, കടകൾ അടഞ്ഞു കിടക്കുന്നു. ഒരു നിശബ്ദതയുടെ മൂടുപടം ഇവിടെയുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന്, പാക് അധിനിവേശ കശ്മീരിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഷെല്ലുകൾ വരുന്നുണ്ട്. അതിന് കൃത്യമായ മറുപടി തന്നെ ആ മേഖലകളിൽ ഇന്ത്യ നൽകുന്നുമുണ്ട്. ഏതായാലും വളരെ ഒരു നിശബ്ദമായ ഒരു സ്ഥലമായി ഒരു ദിവസം കൊണ്ട് മാറി എന്നുള്ളതാണ് ഒരു വ്യത്യാസമായി നമ്മളിവിടെ കാണുന്നത് സുജയ. ഓക്കെ, ആദിൽ പാലോട് ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കൂ. ഞാൻ മാനുഷികമായെന്നല്ല, നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഭക്ഷണമൊക്കെ ഒന്ന് സംഘടിപ്പിക്കാനും കഴിക്കാനും ഒക്കെ കൂടി ഒന്ന് ശ്രമിക്കണം. ഭക്ഷണം പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ, പ്രതികൂല സാഹചര്യത്തിലാണ് ഞങ്ങളുടെ വാർത്താ സംഘം ഗ്രൗണ്ട് സീറോ റിപ്പോർട്ട്സ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധസമാന സാഹചര്യമാണ്. ഉറിയിലുണ്ടായിരുന്ന മനുഷ്യരൊക്കെ ഇപ്പോൾ കടകളടച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലേക്ക് തിരികെ എത്താം. അതിൽ ഇപ്പോൾ VS രഞ്ജിത്തിലേക്ക് ഒന്ന് പോകുന്നു.